തലേദിവസം കിടക്കുന്നതിന് മുൻപായിട്ട് കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിൽ ചെന്നിട്ട് കപ്പലോടിക്കുന്ന നമ്മുടെ ഓഫീസേഴ്സിന് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ മാസ്റ്റേഴ്സ് നൈറ്റ് ഓർഡർ എന്ന ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംശയമുണ്ടെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും ക്യാപ്റ്റനെ വിളിക്കാൻ മടി കാണിക്കരുതെന്നുള്ള നിർദ്ദേശം കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ, ചീഫ് ഓഫീസർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവർ അടങ്ങിയ മാനേജ്മെൻറ്റ് ടീമിൻ്റെ കൂടെ ഒരു മീറ്റിംഗ് നടത്തി അടുത്ത ദിവസത്തെ ജോലികളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നേരെ കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷണൽ ബ്രിഡ്ജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ 4 മണി മുതൽ 8 മണി വരെയുള്ള ഡ്യൂട്ടി ചീഫ് ഓഫീസറിൻ്റെയാണ്. അടുത്ത തുറമുഖത്തേക്ക് സമയത്തിനെത്താൻ ആവശ്യമുള്ള സ്പീഡൊക്കെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഡെക്കിലെ HOD ആണ് ചീഫ് ഓഫീസർ. അപ്പം ഡെക്ക് ക്രൂവിന് എന്തൊക്കെ ജോലിയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ക്യാപ്റ്റൻ്റെ ഒരു ദിവസത്തെ ജോലികളാണെങ്കിലും എല്ലാ ദിവസവും ഇതേ ജോലിയാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു ഉദാഹരണമായിട്ട് കണ്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫുൾ ടൈം 24 മണിക്കൂർ നേരവും സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പലിലെ ക്യാപ്റ്റനാണെന്നാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ സെയിലിങ്ങിൻ്റെ ടൈമിൽ ഒരു ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ നമ്മളൊരു ആവശ്യമുള്ള ആ ഒരു ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതനുസരിച്ച് കപ്പൽ തന്നെ ആ ഒരു ഡയറക്ഷനിൽ പൊക്കോളും. നമുക്ക് അത്യാവശ്യ സമയത്തും വലിയ വലിയ തിരിവുകളൊക്കെ വരാനുള്ളപ്പോൾ മാത്രമാണ് നമ്മളിത് ഈ ഒരു സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നീട് കപ്പൽ തുറമുഖം അടുക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ അത് സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട് ഏബിൾ ബോഡിഡ് സീമാന് വേറെ ഉണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഡ്യൂട്ടി ഓഫീസേഴ്സൊക്കെ ഇത് ചെയ്യാറുണ്ട് ആവശ്യഘട്ടത്തിൽ മാത്രം. കമ്പനിയിൽ നിന്നോ പുറത്തുനിന്നോ ഒക്കെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കപ്പലിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ക്യാപ്റ്റൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇമെയിലിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7:45 കഴിഞ്ഞപ്പോഴത്തേക്കും തേർഡ് ഓഫീസർ എത്തിയിട്ടുണ്ട്. 8 മണി മുതൽ 12 മണി വരെയുള്ള ഡ്യൂട്ടി തേർഡ് ഓഫീസറിൻ്റെയാണ്. ഇപ്പോൾ ചീഫ് ഓഫീസറിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ 3 ഓഫീസേഴ്സ് ചേർന്നാണ് കപ്പൽ ഓടിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 4 മുതൽ 8 വരെ ചീഫ് ഓഫീസറും 8 തൊട്ട് 12 വരെ തേർഡ് ഓഫീസറും 12 മുതൽ 4 വരെ സെക്കൻഡ് ഓഫീസറുമാണ് കപ്പൽ ഓടിക്കുന്നത്. ഈ 4 മണിക്കൂർ വീതം ഉള്ള 2 ഷിഫ്റ്റ് വെച്ചിട്ട് 3 ഓഫീസേഴ്സ് ചേർന്നാണ് 24 മണിക്കൂർ കപ്പലിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 8 മണി കഴിഞ്ഞപ്പോൾ കപ്പലിൻ്റെ ഗാലി എന്നറിയപ്പെടുന്ന അടുക്കളയിലെത്തി. അപ്പം കപ്പൽ ജീവനക്കാർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വെള്ളമൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ക്യാപ്റ്റൻ്റെ ജോലിയാണ്. ഇപ്പോൾ ചീഫ് കുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ കുറയുന്നതനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്ന് പറയാറുണ്ട്. അതനുസരിച്ച് നമ്മൾ കമ്പനിയെ അറിയിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് മുകളിലെത്തി. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലത്തെ ക്യാബിൻ ഇൻസ്പെക്ഷനുകളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഓരോരോ റൂമിൻ്റെ വൃത്തിയും ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് നേരെ റൂമിലെത്തി. കപ്പലിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാസാവസാനം കപ്പൽ ജീവനക്കാരുടെ വീട്ടിലേക്ക് എത്ര രൂപയാണ് അയക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് എടുത്ത് കമ്പനിയെ അറിയിക്കേണ്ടതും ക്യാപ്റ്റനാണ്. ഹലോ, 1 hour notice. ഓക്കെ, ഓക്കെ, ശരി. ഇപ്പോൾ നമ്മൾ കപ്പൽ തുറമുഖം അടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു സ്ഥലത്ത് 1 hour നോട്ടീസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വിളി കിട്ടി. ഞാൻ നേരെ കപ്പലോടിക്കുന്ന സ്ഥലമായ ബ്രിഡ്ജിലെത്തി. കപ്പൽ ഓടിക്കുന്നതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. തുറമുഖമൊക്കെ അടുക്കുന്ന സമയത്ത് കപ്പലിൻ്റെ സ്പീഡൊക്കെ കുറച്ച് കപ്പൽ ചെറുതായിട്ട് നിർത്തി പ്രൊപ്പല്ലർ മുൻപോട്ടും പുറകോട്ടും, അതായത് എഹേഡും അസ്റ്റേണൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തുറമുഖത്തേക്ക് എത്തുന്നത്. എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കപ്പൽ മുന്നോട്ട് പോകാറുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആഴം കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് അതിനെ റിപ്പയറൊക്കെ ചെയ്തതിന് ശേഷമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലിൻ്റെ സ്റ്റിയറിങ്, അതായത് വളയം പിടിക്കാനായിട്ട് നമുക്ക് AB ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ തന്നെ നിർത്തേണ്ടതാണോ തിരിക്കേണ്ടതാണോ എന്നുള്ള കാര്യങ്ങൾ ആ ഡ്രൈവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇത്തരം വലിയ കപ്പലിൻ്റെ കാര്യത്തിൽ അത് നടക്കത്തില്ല. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഓഫീസർ തീരുമാനിക്കും. അതനുസരിച്ച് വളയം പിടിക്കാനായിട്ടാണ് AB എന്ന ഒരാളെ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഡയറക്ഷനിൽ അദ്ദേഹം സ്റ്റിയറിങ് തിരിച്ച് ആ ഒരു ഡയറക്ഷനിൽ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുറമുഖത്തിനകത്ത് കിടക്കുന്ന ഒരു കപ്പൽ മാറിയതിന് ശേഷം വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ആ ഉള്ളിലുള്ള കപ്പലിൻ്റെ ലോഡിങ്ങും ഡിസ്ചാർജിങ്ങും കഴിയാത്തത് കൊണ്ട് നമുക്ക് നല്ലൊരു വെയിറ്റിംഗ് ഒരു പോസ്റ്റ് കിട്ടി. അങ്ങനെ കുറച്ച് താമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ ഭക്ഷണവും കഴിച്ച്
ഞാൻ തിരിച്ച് കപ്പലോടിക്കുന്ന നാവിഗേഷൻ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇരട്ടിയിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉള്ളിലുള്ള കപ്പൽ പോയി നമ്മളോട് അകത്തേക്ക് വരാൻ പോർട്ട് കൺട്രോളിൻ്റെ നിർദ്ദേശം കിട്ടി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പയ്യെ അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൈലറ്റ് കപ്പലിൽ വന്നു കയറി. അപ്പം കുറേ പേരുടെ ഒരു സംശയമാണ് പൈലറ്റിന് എന്താണ് കപ്പലിൽ ജോലി എന്നുള്ളത്. അപ്പോൾ ഓരോ തുറമുഖം അടുക്കുമ്പോഴൊക്കെ അവിടുത്തെ പൈലറ്റിനെ എടുക്കണമെന്നുള്ളത് ഒരു നിയമമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സ്ഥലത്തെ അടിയൊഴുക്കുകളും പ്രശ്നങ്ങളും എല്ലാം നമ്മളെക്കാളും കൂടുതൽ അറിയാം. അതുപോലെ തന്നെ കപ്പലിനെ സഹായിക്കാൻ എത്തുന്ന ടഗ്ഗുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതും ഈ പൈലറ്റാണ്. അപ്പോൾ പൈലറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ടഗ് കപ്പലിനെ വലിക്കുകയും കപ്പലിൻ്റെ അടുത്തെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ സ്പീഡ് കുറച്ചിട്ടാണ് കപ്പൽ തുറമുഖം അടുത്തുകൊണ്ടിരിക്കുന്നത്. ചീഫ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള ഡെക്ക് ടീം കപ്പലിൻ്റെ മുൻവശത്തും സെക്കൻഡ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ കപ്പലിൻ്റെ പിറകുവശത്തുമായിട്ട് നിൽപ്പുണ്ട്. തേർഡ് ഓഫീസറും ഒരു ABയും കപ്പലിൻ്റെ ബ്രിഡ്ജിനുള്ളിലുണ്ട്. ഇപ്പോൾ കരയ്ക്ക് അടുക്കുന്നതനുസരിച്ച് കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ബ്രിഡ്ജ് വിങ്ങിലേക്ക് വന്ന് അവിടെ നിന്നാണ് കൺട്രോൾ വെച്ചിട്ടാണ് കപ്പലിനെ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പതുക്കെ ടഗുകളുടെയൊക്കെ സഹായത്തോടു കൂടി അങ്ങനെ കപ്പൽ കരയ്ക്ക് അടുത്തു. തേർഡ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, ചീഫ് ഓഫീസർ എന്നീ 3 ഓഫീസേഴ്സ് ചേർന്ന് 4 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ആണ് കപ്പൽ ഓടിക്കുന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് തോന്നിയേക്കാം അപ്പോൾ ക്യാപ്റ്റൻ എന്താണ് ജോലി എന്നുള്ളത്. കപ്പലിൻ്റെ ഡെക്ക്, എൻജിൻ, കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതല ക്യാപ്റ്റൻ്റേതാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കപ്പൽ ഇവർ കറക്റ്റായിട്ടാണോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഓഫീസേഴ്സിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന വിളിപ്പുറത്ത് ക്യാപ്റ്റനുണ്ട്. തുറമുഖം അടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക്കോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ക്യാപ്റ്റൻ അവിടെയുണ്ട്. കപ്പലിൻ്റെ നീളവും വീതിയും എത്രമാത്രം ഭാഗം താഴോട്ട് മുങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേപ്പർ നമ്മൾ പൈലറ്റിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അവിടെ വാങ്ങി. അതുപോലെ തന്നെ കപ്പലിൻ്റെ ക്യാപ്റ്റന് സൈൻ ചെയ്യാനുള്ള പേപ്പറും പൈലറ്റ് തന്നു. അതിലും സൈൻ ചെയ്ത് കൊടുത്തു. കപ്പൽ കരയ്ക്കടുത്ത ഉടനെ തന്നെ ഏജൻറ്റ് കപ്പലിൽ കയറി വന്നു. ഇപ്പം മുന്നോട്ടുള്ള ഇമിഗ്രേഷനും കസ്റ്റംസും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഏജൻറ്റാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ലോഡിങ്, ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.